കേൾക്കുന്നുണ്ടോ? അത് വേണ്ട, അങ്ങ് പറഞ്ഞാൽ മതി അല്ലേ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ ഡേറ്റ ലീക്കിങ്ങിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കെ സ്മാർട്ട് ആപ്ലിക്കേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ സമ്പൂർണമായ വിവരങ്ങൾ PRDക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള കത്ത് നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സീതാറാം സാംബശിവ റാവു ആണ്. ആ കത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ കത്ത് എഴുതിയത് 31/12/2025 അന്ന് ചീഫ് മിഷൻ ഡയറക്ടർക്ക് അയച്ച കത്ത് ഞാൻ പുറത്തുവിടുകയാണ്. ഇത് 31/12/2025 കേരളത്തിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ ഫോൺ നമ്പർ, പേര്, ഏജ്, ജെൻഡർ, ഡിസ്ട്രിക്ട്, താലൂക്ക്, വാർഡ്, ലോക്കൽ ബോഡി ഇതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന OSD ആയ സീറാം സാംബശിവ റാവു എല്ലാവർക്കും കത്ത് മുഖേന അറിയിച്ചിട്ടുള്ളത്. അത് പറയുന്നത് ഇതിന്റെ വിവരങ്ങൾ മുഴുവൻ 2026 ഫെബ്രുവരി 12 മുമ്പ് അറിയിച്ചിരിക്കണം എന്നുള്ളതാണ്. സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ ഹബ് ഫോർ ഗവൺമെന്റ് സർവീസസ് എന്ന പേരിൽ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആരംഭിക്കുന്നുണ്ടെന്നും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് ഇതിനു വേണ്ടി പ്രവർത്തനം ആരംഭിച്ചെന്നും ഈ കത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ വകുപ്പുകളിൽ നിന്നും ജീവനക്കാരുടെ വ്യക്തിപരമായ വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നും കത്തിൽ പറയുകയാണ്. ഇതിന്റെ ഭാഗമായി കെ സ്മാർട്ട് ആപ്ലിക്കേഷനിൽ നിന്ന് എക്സൽ ഫോർമാറ്റിലൂടെ ആണ് ഫോൺ നമ്പർ, പേര്, പ്രായം, ജെൻഡർ തുടങ്ങിയിട്ടുള്ളവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ